എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞങ്ങളുടെ ത്രേസ്യ. ഇപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്. എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യം നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാറില്ല. സങ്കടങ്ങൾ നമ്മൾ ക്ഷണിക്കാതെ വരും, പക്ഷേ സന്തോഷങ്ങൾ വല്ലപ്പോഴേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് സങ്കടമാണെന്ന് എല്ലാവരും പറയും. പക്ഷേ നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം നമ്മൾ കണ്ടെത്തുക ചെയ്യുക. സന്തോഷം നമ്മൾ കണ്ടെത്തണം. സങ്കടങ്ങൾ നമുക്ക് ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും. പക്ഷേ സന്തോഷം, നമ്മുടെ സന്തോഷം എവിടെയായിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. ചിലവർക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ചിലവർക്ക് കൂട്ടുകാരുടെ കൂടെ ആയിരിക്കാം, ചിലർക്ക് പാട്ട് കേൾക്കുന്നതിലൂടെ ആയിരിക്കാം. അങ്ങനെ എല്ലാവർക്കും പല പല കാര്യങ്ങളിലൂടെ സന്തോഷം കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു വലിയ സങ്കടം ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പം നമ്മളിങ്ങനെ കുറേ സങ്കടപ്പെട്ടിരുന്നുകൊണ്ടും ആ സങ്കടം കൂടെയല്ലാണ്ട് കുറയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ആ സങ്കടം മറക്കാൻ വേണ്ടി ചിലർ അവരവരുടെ ഇഷ്ടം പോലെ ചിലപ്പോൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. നമുക്ക് ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ സന്തോഷം എവിടെ ഇരിക്കണമെന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ എപ്പോഴും നമ്മൾ ഈ സങ്കടത്തെ മാത്രം നമ്മൾ അതിൻ്റെ പുറകെ മാത്രം നമ്മൾ തൂങ്ങരുത്. സന്തോഷം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ സങ്കടം എന്ന് പറയുന്നത് എങ്ങനെയല്ല, നമ്മൾ വിളിക്കാതെ വരുന്ന ഒരു അതിഥീനെ പോലെയാണ് സങ്കടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നിട്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് പല വിധത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു ഫലവും അതുകൊണ്ട് ഉണ്ടാവില്ല. നമ്മൾ കഴിവതും ഹാപ്പി ആയിട്ടിരിക്കുക. കഴിവതും നമ്മൾ എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. സങ്കടങ്ങളില്ലാത്ത ആരുമില്ല. പക്ഷേ നമ്മൾ എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണെന്ന് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലാതെ നമുക്ക് എപ്പോഴും സങ്കടങ്ങൾ മാത്രമാണെന്ന്, ഈ കൊച്ചെപ്പോഴും സങ്കടപ്പെട്ട് മാത്രമേ ഇരിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അടുപ്പം കുറക്കാനായിട്ട് കാരണം എന്താണെന്നറിയോ? ഈ തിരക്ക് പിടിച്ച സമയത്ത് ആർക്കും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനോ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും സമയമില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും സങ്കടങ്ങൾ മാത്രം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയും. ഇപ്പം നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കണ്ടെത്തുക നമ്മുടെ സന്തോഷം എവിടെയായിരിക്കുന്നത്. ചിലവർക്ക് കുക്ക് ചെയ്യുന്നതിലൂടെ ആയിരിക്കാം. അങ്ങനെ പല വിധത്തിൽ പല തരത്തിലാണ് എല്ലാവർക്കും സന്തോഷം കിട്ടണം. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പാട്ട് കേൾക്കുന്നത്, അതുപോലെ നോവൽ എഴുതുന്നത്, കഥ എഴുതുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര. അതുപോലെ ഞാൻ ഇത്തിരി
ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അതൊക്കെയാണ് എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരുടെയും സന്തോഷമെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റാണ്. അത് നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടെത്തി നമ്മളിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും സന്തോഷത്തിന്. പിന്നെ സങ്കടങ്ങൾ ഏറെക്കുറെ നമ്മളങ്ങാട് അത് സംഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഴയ പോലെ ആവാം. അല്ലാതെ അതിൽ തന്നെ പിടിച്ച് കടിച്ചു തൂങ്ങിയിരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന് തന്നെ അത് ബാധിക്കും. പഠിക്കുന്നവരാണെങ്കിൽ പഠിത്തത്തെ ബാധിക്കും, ജോലിയെ ബാധിക്കും, എല്ലാത്തിനും റിലേഷൻഷിപ്പിനെ വരെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ എല്ലാവരും ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഈ വർഷം തീരാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷം ഉണ്ടായ എല്ലാ സങ്കടങ്ങളും എല്ലാവരും മറക്കാൻ ശ്രമിക്കുക. പുതിയ പുതിയ സന്തോഷങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും